ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ആതിര അർച്ചന. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CSEB ജൂനിയർ ക്ലർക്ക് കാഷ്യർ പരീക്ഷയ്ക്കുള്ള കുറച്ച് കോപ്പറേറ്റീഷൻ പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ആണ്. തീർച്ചയായിട്ടും PYQs പഠിക്കുക എന്നുള്ളത് നമ്മുടെ എക്സാമിന് നല്ലൊരു മാർക്ക് നേടാനുള്ള ഒരു ഈസിയസ്റ്റ് വേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് കോപ്പറേഷൻ പാർട്ടിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: The first cooperative land mortgage bank was established in 1920 at. ഫസ്റ്റ് ലാൻഡ് മോർഗേജ് ബാങ്ക് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെന്നാണ്. ഫസ്റ്റ് ലാൻഡ് മോർഗേജ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പഞ്ചാബിലെ ജാങ്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ പഞ്ചാബിലെ ജാങ്കിലാണ് ഈ ഒരു ലാൻഡ് മോർഗേജ് ബാങ്കുകൾ, ഫസ്റ്റ് ലാൻഡ് മോർഗേജ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ലാൻഡ് മോർഗേജ് ബാങ്കുകൾ ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1920 അപ്പോൾ നമുക്ക് എപ്പോഴും CSEB എക്സാമിന് ഈ ഫസ്റ്റ് ലാൻഡ് മോർഗേജ് ബാങ്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ സെക്കൻഡായിട്ട് നൗഗണിൽ വന്നിട്ടുള്ള ബാങ്കുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഏരിയാസ് ആണ്. അപ്പോൾ എന്താണ് ലാൻഡ് മോർഗേജ് ബാങ്കും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നോക്കാം. നമുക്കറിയാം ഫസ്റ്റ് ലാൻഡ് മോർഗേജ് ബാങ്ക് വേൾഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ജർമ്മനിയിലാണ് ആദ്യത്തെ ലാൻഡ് മോർഗേജ് ബാങ്ക്. ദ സെലൻസൻ ലാൻഡ്ഷൻഡ് ബാങ്ക് ജർമ്മനിയിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ലാൻഡ് മോർഗേജ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പഞ്ചാബിലെ ജാങ്കില് 30th ജൂൺ 1920 സെക്കൻഡ് ലാൻഡ് മോർഗേജ് ബാങ്ക്, ഇതാണ് ഫസ്റ്റ്. ആദ്യമൊക്കെ ഫസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ സെക്കൻഡ് ചോദിക്കുന്നുണ്ട്. സെക്കൻഡ് ലാൻഡ് മോർഗേജ് ബാങ്ക് എന്ന് പറയുന്നത് നൗഗൺ ആണ്, ബംഗാളില്. ഇത് 1924 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് ലാൻഡ് മോർഗേജ് ബാങ്ക് പഞ്ചാബിലെ ജാങ്കില് 1920 സെക്കൻഡ് ലാൻഡ് മോർഗേജ് ബാങ്ക് നൗഗൺ, ബംഗാളിലെ നൗഗണിൽ 1924 തേർഡ് ലാൻഡ് മോർഗേജ് ബാങ്ക് ആസാമിലെ ഗുവാഹത്തിയിലാണ്. അപ്പൊ ഇതാണ് ലാൻഡ് മോർഗേജ് ബാങ്കുകളായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ലാൻഡ് മോർഗേജ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് ടൗൺസെൻഡ് കമ്മിറ്റി ഓൺ കോർപ്പറേഷൻ, അവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള റെക്കമെൻഡേഷൻ ആയിരുന്നു ഈ ലാൻഡ് മോർഗേജ് ബാങ്ക് എന്ന് പറയുന്നത്. പിന്നെ കാൽവേർട്ട് കമ്മിറ്റിയൊക്കെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്ന കമ്മിറ്റിയാണ്. ലാൻഡ് മോർഗേജ് ബാങ്കുകൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചറിൽ വരുന്ന ബാങ്കുകളാണ്. നെക്സ്റ്റ് വൺ ആണ് സെലക്ട് ദ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫ്രം ദ ഫോളോയിങ്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിൽ കൂടുതൽ സംസ്ഥാനം പ്രവർത്തന പരിധിയായിട്ടുള്ള സൊസൈറ്റീസിനെയാണ് എന്ത് പറയുന്നത്? മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇവിടെ ആപ്കോസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഡയറി കോപ്പറേറ്റീവ്സിലെ പ്രൈമറി സൊസൈറ്റീസ് ആണ് ആപ്കോസ്. ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റി, റബ്കോ ഉണ്ട്, റബ്കോയും കേരളത്തിലാണ്. മാർക്കറ്റ് ഫെഡും നമ്മുടെ മാർക്കറ്റിംഗ് സൊസൈറ്റിയിലെ അപ്പെക്സ് സൊസൈറ്റിയാണ്. അപ്പോൾ എന്താണ് സ്റ്റേറ്റ് ലെവൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് ചോദിച്ചാൽ അതെന്താണ്? ഇഫ്കോ ആണ്, ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ്. നെക്സ്റ്റ്, മാക്സിമം എമൗണ്ട് ഓഫ് അസിസ്റ്റൻസ് ദാറ്റ് ക്യാൻ ബി ഗിവൺ ടു എ മെമ്പർ ഓഫ് കോപ്പറേറ്റീവ് അണ്ടർ റിലീഫ് സ്കീം. റിലീഫ് സ്കീം പ്രകാരം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർക്ക് കിട്ടുന്ന മാക്സിമം അസിസ്റ്റൻസ് എത്രയാണെന്നാണ്. 50,000 റുപ്പീസ് ആണ് റിലീഫ് സ്കീം പ്രകാരം മെമ്പർക്ക് കിട്ടുന്ന മാക്സിമം അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ കേരള കോപ്പറേറ്റീവ് ജേർണൽ ഈസ് എ മാഗസിൻ പബ്ലിഷ്ഡ് ബൈ. കേരള കോപ്പറേറ്റീവ് ജേർണൽ എന്ന് പറയുന്ന മാഗസിൻ അല്ലെങ്കിൽ ജേർണൽ പബ്ലിഷ് ചെയ്തത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ പബ്ലിക്കേഷൻ ആണ് കേരള കോപ്പറേറ്റീവ് ജേർണൽ എന്ന് പറയുന്നത്. നമുക്ക് ഓരോ സഹകരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സഹകരണ മേഖലയിലെ ഓരോ ഇതിൻ്റെയും ജേർണലുകളെ കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ജേർണൽ അല്ലെങ്കിൽ ബുക്സ്, ഓരോരുത്തരുടെ ബുക്കുകൾ, ഓതർ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചോദ്യം വരാറുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ എപ്പോഴും വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി എന്ന് പറയുന്ന ബുക്കിൻ്റെ ഓതർ ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. റോബോട്ട് ഓവനാണ് എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി എന്ന് പറയുന്ന ബുക്കിൻ്റെ ഓതർ എന്ന് പറയുന്നത്. പിന്നീട് ചോദിച്ചിട്ടുള്ളതാണ് കോപ്പറേഷൻ അറ്റ് ഹോം ആൻഡ് എബ്രോഡ്.
കോപ്പറേഷൻ അറ്റ് ഹോം ആൻഡ് എബ്രോഡ് എന്ന് പറയുന്നത് CR ഫേയുടെ ഒരു ബുക്കാണ്. കോപ്പറേഷൻ അറ്റ് ഹോം ആൻഡ് എബ്രോഡ് എന്ന് പറയുന്നത്. പിന്നെ കോപ്പറേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഹെൻറി വോൾഫിൻ്റെ ഒരു ബുക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ള ഒന്നാണ് ഒരു ബുക്കാണ് എ അൺഫിനിഷ്ഡ് ഡ്രീം എന്ന് പറയുന്നത് വർഗീസ് കുര്യൻ്റെ ആണ്. അൺഫിനിഷ്ഡ് ഡ്രീം. അതുപോലെ തന്നെ I too had a ഡ്രീം എന്നൊക്കെ പറയുന്നത് വർഗീസ് കുര്യൻ്റെ ആണ്. പിന്നെ പോലെയുള്ളത് കോപ്പറേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്നത് JB വാർബേസിൻ്റെ ആണ്. പിന്നെ അങ്ങനെയുള്ള നമുക്കെന്താണ് സ്ഥിരം ചോദിക്കാറുള്ള ടുവേർഡ്സ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്നത് DR ഗാഡ്ഗിലിൻ്റെ പബ്ലിക്കേഷനാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പബ്ലിക്കേഷൻ ചോദിക്കുകയാണെങ്കിൽ പരസ്പര സഹായി എന്ന് പറയുന്നത് മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പബ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ സഹകരണ ധാര എന്ന് പറയുന്നത് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ്റെ പബ്ലിക്കേഷനാണ് സഹകരണ ധാര എന്ന് പറയുന്നത്. സഹകരണ വീതി എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണ്. സഹകരണ ജേണൽ എന്ന് പറയുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ആണ്. പിന്നെ സഹകരണ ശബ്ദം എന്ന് പറയുന്നത് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാഫ് അസോസിയേഷൻ്റെ ആണ് സഹകരണ ശബ്ദം എന്ന് പറയുന്നത്. പിന്നെ കോപ്പറേറ്റീവ് ന്യൂസ് ഉണ്ട്, അത് NCUIൻ്റെ ആണ്. കോപ്പറേറ്റീവ് ടൂർ ഉണ്ട്, അത് നാഫെഡിൻ്റെ ആണ്. കോപ്പറേറ്റീവ് പേഴ്സ്പെക്റ്റീവ് ഉണ്ട്, അത് വാംനികോമിൻ്റെ ആണ്. ഇങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് പബ്ലിക്കേഷൻസും ബുക്സൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് കോപ്പറേറ്റീവ് ജേണൽ എന്ന് പറയുന്നത് മാഗസിൻ പബ്ലിഷ് ചെയ്തത് ആരാന്നാണ്. അത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ്. നെക്സ്റ്റ്, ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ഫാമിംഗ് സൊസൈറ്റി ദ ഓൾ ലാൻഡ് ഈസ് ഓൺഡ് ബൈ ദ സൊസൈറ്റി. അതായത് പലതരം ഫാമിംഗ് സൊസൈറ്റികളുണ്ട്. ബെറ്റർ ഫാമിംഗ്, ജോയിൻറ്റ് ഫാമിംഗ്, കളക്റ്റീവ് ഫാമിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഏത് ടൈപ്പ് ഓഫ് ഫാമിങ്ങിലാണ് ഹോൾ ലാൻഡും സൊസൈറ്റി ഓൺ ചെയ്യുന്നത്? അത് കളക്റ്റീവ് ഫാമിങ്ങിലാണ്. നെക്സ്റ്റ്, ദ എക്സ്ട്രീം പവർ ഓഫ് എ സൊസൈറ്റി ഈസ് വെസ്റ്റഡ് വിത്ത്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എക്സ്ട്രീം പവർ, ഫൈനൽ അതോറിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്ന ജനറൽ ബോഡിയാണ്. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ആർ ഫിക്സ്ഡ് ബൈ. ഒരു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ആരാന്നാണ്? അത് രജിസ്ട്രാർ ആണ്. നെക്സ്റ്റ്, ഡാഷ് ഈസ് വൺ ഓഫ് ദ ഫീച്ചർ ഓഫ് കോപ്പറേഷൻ ഇൻ വിച്ച് ആൻ ഇൻഡിവിജ്വൽ ഈസ് ഫ്രീ ടു ജോയിൻ ദി സൊസൈറ്റി ആൻഡ് റിസൈൻ ഫ്രം ഇറ്റ്സ് മെമ്പർഷിപ്പ് അറ്റ് ഹിസ് വിൽ ആൻഡ് ഡിസ്ക്രിഷൻ. ഒരു ഇൻഡിവിജ്വലിന് എപ്പോൾ വേണമെങ്കിലും എന്താണ് സൊസൈറ്റിയിൽ ജോയിൻ ചെയ്യാനും അയാൾക്ക് താല്പര്യമില്ലാത്തപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് വിട്ടുപോകാനുള്ള ആ ഒരു സഹകരണത്തിൻ്റെ കോപ്പറേഷൻ്റെ ഒരു ഫീച്ചർ ഏതാണെന്നാണ് നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിൽ പറയുന്ന വളണ്ടറി അസോസിയേഷൻ. ഒരു കമ്പൽഷനും ഇല്ല, നമുക്ക് ആർക്ക് വേണമെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്താൽ മതി. നമുക്ക് ഇഷ്ടപ്പെടാത്തപ്പോൾ അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ലാത്തപ്പോൾ നമുക്കതൊന്ന് എന്താണ് വിട്ടുപോരാനുള്ള സഹകരണത്തിൻ്റെ പ്രിൻസിപ്പിളാണ് എന്താണ് വളണ്ടറി അസോസിയേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദ വൺ വിച്ച് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ ഒബ്ജക്റ്റീവ് ഓഫ് കോപ്പറേഷൻ. കോപ്പറേഷൻ്റെ ഒബ്ജക്റ്റീവിൽ വരാത്തത് ഏതാണെന്നാണ്? എലിമിനേഷൻ ഓഫ് മിഡിൽ മാൻ, അത് കോപ്പറേഷൻ്റെ ഒബ്ജക്റ്റീവാണ്. പ്രോഫിറ്റബിൾ ബിസിനസ്, കോപ്പറേഷൻ ഒരിക്കലും ഒരു പ്രോഫിറ്റബിൾ ബിസിനസ് അല്ല. അതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ് ആണ്. പിന്നെ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് കോർപ്പറേറ്റ് ലൈഫ്. അപ്പോൾ അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ പ്രോഫിറ്റബിൾ ബിസിനസ് ആണ്. Next, a multi-state cooperative society shall transfer an amount not less than %% to reserve. ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി അതിൻ്റെ പ്രോഫിറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് റിസർവിലേക്ക് മാറ്റുക എന്നാണ്? നോട്ട് ലെസ് ദാൻ 25% ആണ്. 25% കുറയാത്ത തുക എന്താണ്? റിസർവ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നെക്സ്റ്റ്, ദ സെൻട്രൽ മിനിസ്ട്രി ഓഫ് കോപ്പറേഷൻ കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ. സെൻട്രൽ മിനിസ്ട്രി ഓഫ് കോപ്പറേഷൻ നിലവിൽ വന്നത് 6 ജൂലൈ 2021 6 ജൂലൈ 2021 സെൻട്രൽ മിനിസ്ട്രി ഓഫ് കോപ്പറേഷൻ നിലവിൽ വന്നത്. അമിത്ഷാ ആയിരുന്നു അതിൻ്റെ ആദ്യത്തെ കോപ്പറേറ്റീവ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, 3 ഹോൾഡിംഗ് ഹാൻഡ്സ് ഇൻ ദ ഔട്ടർ സർക്കിൾ വിത്ത് എ മെസ്സേജ് പീസ്, പ്രോഗ്രസ് ആൻഡ് പ്രോസ്പെരിറ്റി. ഏതുമായിട്ട് ബന്ധപ്പെട്ടതാ? NCUI നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ. NCUI ആയിട്ട് ബന്ധപ്പെട്ട നാഷണൽ ലെവൽ സ്പോക്സ്മാൻ എന്നൊക്കെ അറിയപ്പെടുന്ന NCUIയുടെ ഒരു ഇതാണ് പീസ്, പ്രോഗ്രസ് ആൻഡ് പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത്.
നെക്സ്റ്റ്, ബാങ്കിങ് ആക്ടിവിറ്റീസ് ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ മോണിറ്റേർഡ് ബൈ. അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യുന്നത് ആരാന്നാണ്? റിസർവ് ബാങ്ക് ആണ്. അർബൻ ബാങ്ക് എന്ന് പറയുന്നത് ഒരു ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. BR ആക്ടിന്റെ കീഴിലൊക്കെ വരുന്നതാണ്. അപ്പം എന്താണ്, RBI ആണ് അതിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ മോണിറ്റർ ചെയ്യുന്നത്. നെക്സ്റ്റ്, വില്ലേജ് അഡോപ്ഷൻ പ്രോഗ്രാം റിലേറ്റഡ് ടു. വില്ലേജ് അഡോപ്ഷൻ പ്രോഗ്രാം എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? വില്ലേജ് അഡോപ്ഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇഫ്കോയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. നെക്സ്റ്റ്, ഇൻ കേസ് ഓഫ് പ്രൈമറി കോപ്പറേറ്റീവ് കൺസ്യൂമർ സൊസൈറ്റി, ദ വാല്യൂ ഓഫ് ക്രെഡിറ്റ് സെയിൽസ് എഗെയിൻസ്റ്റ് എ മെമ്പർ ഷുഡ് നോട്ട് എക്സീഡ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് മന്ത്ലി സാലറി. പ്രൈമറി കോപ്പറേറ്റീവ് കൺസ്യൂമർ സൊസൈറ്റിയിൽ വാല്യൂ ഓഫ് ക്രെഡിറ്റ് സെയിൽസ് എഗെയിൻസ്റ്റ് എ മെമ്പർ ഷുഡ് നോട്ട് എക്സീഡ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് മന്ത്ലി സാലറി. മന്ത്ലി സാലറിയുടെ 50% എന്താണ്, കൂടരുത്. അവരുടെ ക്രെഡിറ്റ് സെയിൽസ് മന്ത്ലി സാലറിയുടെ 50% കൂടരുത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ക്രോപ്പ് ലോൺ സിസ്റ്റം വാസ് റെക്കമെൻഡഡ് ബൈ. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ മെയിൻ ആയിട്ടുള്ള റെക്കമെൻഡേഷൻ ആണ് ക്രോപ്പ് ലോൺ സിസ്റ്റം. ക്രോപ്പ് ലോൺ സിസ്റ്റം റെക്കമെൻഡ് ചെയ്തത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. നെക്സ്റ്റ്, ദ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ കേരള were member of general body and managing committee are one and the same and hence there is no question of electing to director board by general body. അതായത് കേരളത്തിലെ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജനറൽ ബോഡിയും മാനേജിങ് കമ്മിറ്റിയും രണ്ടും സെയിം ആണ്. അതുപോലെ തന്നെ എന്താണ്, ഡയറക്ടർ ബോർഡോ മറ്റ് ജനറൽ ബോഡിയിൽ നിന്ന് മറ്റു ആളുകളെയോ തിരഞ്ഞെടുക്കേണ്ട സാഹചര്യമില്ലാത്ത ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്നാണ്? കൺസ്യൂമർ ഫെഡ് ആണ്. കൺസ്യൂമർ ഫെഡിൽ ജനറൽ ബോഡിയും മാനേജിങ് കമ്മിറ്റി എന്ന് പറയുന്നത് വൺ ആൻഡ് ദ സെയിം ആണ്. നെക്സ്റ്റ്, ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം റിലേറ്റഡ് ടു. ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിനായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ടും ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം ഒക്കെ മാർക്കറ്റിംഗ് സൊസൈറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ വൺ ദാറ്റ് ഡസ് നോട്ട് ഫോം ദ പില്ലേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ഗവേണൻസ്. കോപ്പറേറ്റീവ് ഗവേണൻസിന്റെ ഭാഗമല്ലാത്തത് ഏതാണെന്നാണ്? ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, പ്രോഫിറ്റബിലിറ്റി, പ്രെഡിക്റ്റബിലിറ്റി. ഏതാണ്? പ്രോഫിറ്റബിലിറ്റി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the registration of cooperative society that has its operations spread over more than 2 states to be done with. അതായത് ആരുടെ അടുത്താണ് ഈ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റിൽ പ്രവർത്തന പരിധിയുള്ള സംഘങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതെന്നാണ്? നമുക്കറിയാം, സെൻട്രൽ രജിസ്ട്രാറുടെ കീഴിലാണ് അവർ രജിസ്റ്റർ ചെയ്യേണ്ടത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് എ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ. താഴെ പറയുന്നതിൽ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏതാണെന്നാണ്? ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി, ഡെമോക്രാറ്റിക് കൺട്രോൾ, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. ഏതാണ് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ അല്ലാത്തത്? കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി ആണ്. ഡാഷ് ഈസ് എ നാഷണൽ ലെവൽ ബോഡി റെസ്പോൺസിബിൾ ഓഫ് ഓർഗനൈസിംഗ് പ്രോഗ്രാംസ് ഫോർ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻ കോപ്പറേറ്റീവ് സെക്ടർ. കോപ്പറേറ്റീവ് സെക്ടറിലെ HR-ഉമായിട്ട് ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ട്രെയിനിങ് ആക്ടിവിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന നാഷണൽ ലെവൽ ബോഡി ഏതാണെന്നാണ്? അത് NCCT ആണ്, നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്. നെക്സ്റ്റ്, കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക് കോപ്പറേറ്റീവ് സൊസൈറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. ഹാൻഡിക്രാഫ്റ്റ് അപ്പെക് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് 1964 സുരഭി എസ്റ്റാബ്ലിഷ് ചെയ്തത് 1964. നെക്സ്റ്റ്, ഇന്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ് ഇസ് സെലിബ്രേറ്റഡ് ഓൺ. ഇന്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈയിലാണ്. ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈയിലാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ്. ICAയുടെ നേതൃത്വത്തിലായിരുന്നു 1923 മുതൽ ഈ ഇന്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇന്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ് ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈയിലാണ് നമ്മൾ നോർമലി അതെന്താണ് സെലിബ്രേറ്റ് ചെയ്യാറ്. The year in which a global mark for cooperatives by ICA COP was introduced in. ICA COP ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2013. ആയുർവേദിക് കോപ്പറേറ്റീവ് സൊസൈറ്റി ആർ ഇൻക്ലൂഡഡ് ഇൻ ഡാഷ് ക്ലാസ് ആസ് പെർ ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റി. ആയുർവേദിക് കോപ്പറേറ്റീവ്സ് വരുന്നത് പ്രോസസ്സിംഗ് സൊസൈറ്റീസിൻ്റെ കീഴിലാണ്. ആയുർവേദിക് കോപ്പറേറ്റീവ്സ് വരുന്നത് പ്രോസസ്സിംഗ് സൊസൈറ്റീസിൻ്റെ കീഴിലാണ്. നെക്സ്റ്റ്, ദ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഈസ് കെപ്റ്റ് ആൻഡ് മെയിൻറ്റെയിൻഡ് ബൈ. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്
കീപ്പ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ്, കേരള ബാങ്ക്. ഇനി കിസാൻ സേവ ഫണ്ട് വാസ് ഫോംഡ് ബൈ, കിസാൻ സേവ ഫണ്ട് ഫോം ചെയ്യുന്നത് ഇഫ്കോയാണ്. ഫാമേഴ്സിൻ്റെ ബെറ്റർമെൻറ്റിനും അവരുടെ ബെനിഫിറ്റിനും വേണ്ടിയിട്ടാണ് കിസാൻ സേവ ഫണ്ട് ഇഫ്കോ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കോപ്പറേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങളും ഒന്ന് കടന്നു പോവുക. നമുക്ക് വരും പരീക്ഷകൾക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമ്മളുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ 3 month കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇനി വരുന്ന CSEB എക്സാമിന് നിങ്ങളെ ഒരു സിലബസിന് അനുസൃതമായിട്ടുള്ള രീതിയിൽ പൂർണ്ണമായിട്ടും നിങ്ങളെ ഇക്വിപ്ഡ് ആക്കുക. നിങ്ങളെ എല്ലാ സബ്ജക്റ്റും ഇംഗ്ലീഷും GKയും മാത്സും പ്ലസ് നമ്മളുടെ സബ്ജക്റ്റും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള മെൻറ്റർഷിപ്പ് പ്രോഗ്രാംസും ഒക്കെ അടങ്ങിയിട്ടുള്ള നമ്മുടെ ലൈവ് സെഷനും ഒക്കെ അടങ്ങിയിട്ടുള്ള കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബോർഡ് നമ്പർ ആയിട്ടുള്ള 8921440580 എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള മൊബൈൽ ആപ്പ് വഴിയാണ് നമ്മുടെ ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. മെൻറ്റർഷിപ്പ് പ്രോഗ്രാംസ് ഒക്കെ അടങ്ങിയിട്ടുള്ള വളരെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സാംസും PYQസും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ നമ്മളുടെ റിസൾട്ടുകളും ഒക്കെ അതിനുള്ളൊരു വാലിഡ് ആയിട്ടുള്ള ഒരു പ്രൂഫാണ്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒരിക്കൽ കൂടി ബോർഡ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ സഹകരണ ബാങ്ക് ജൂനിയർ ക്ലർക്ക് കാഷ്യർ പരീക്ഷ എന്നുള്ള സ്വപ്നം കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം നമുക്ക് ക്രാക്ക് ചെയ്യാം. താങ്ക്